നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ, ഉജ്ജ്വലമായ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ തോൽപ്പിച്ചിരിക്കുന്നു. 1-2 ഗോളുകൾക്കാണ് അൾജീരിയയുടെ വിജയം. കളിയുടെ ആദ്യ പകുതിയിൽ ജോർദാനാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. 36-ാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി അൽ റഷ്ദാൻ ഗോൾ അടിക്കുന്നു. അങ്ങനെ ജോർദാൻ 1 ഗോളിന് മുന്നിലാകുന്നു. അൾജീരിയ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഗോൾ വരുന്നത്. പിന്നീട് ആ പകുതിയിൽ, ആദ്യത്തെ പകുതിയിൽ ഗോളൊന്നും വീഴുന്നില്ല. ജോർദാൻ 1-0 മുന്നിൽ എന്ന നിലയിലാണ് ഹാഫ് ടൈമിൽ പിരിയുന്നത്. ആദ്യ പകുതി പിരിയുമ്പോൾ ജോർദാൻ 1 ഗോളിന് മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലും തുടക്കത്തിലൊന്നും അൾജീരിയക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിരന്തരം ആക്രമിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പ്രധാനം. ഗോളടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 69-ാമത്തെ മിനിറ്റിലാണ് അൾജീരിയ ജോർദാനൊപ്പം എത്തുന്നത്. ബെൻ ബുവാലിയുടെ ഗോളിൽ അൾജീരിയ ജോർദാനൊപ്പം എത്തുന്നു. പിന്നീട് 13 മിനിറ്റിന് ശേഷം 82-ാമത്തെ മിനിറ്റിൽ ഗൊയ്രി അൾജീരിയക്ക് വേണ്ടി 2ാമത്തെ ഗോൾ അടിക്കുന്നു. അങ്ങനെ 69 മിനിറ്റ് വരെ 1 ഗോളിന് മുന്നിലായിരുന്ന ജോർദാൻ പിന്നിൽ നിന്ന് കയറി വന്ന അൾജീരിയയോട് തോറ്റു. 1-2 ഗോളുകൾക്കാണ് ആ തോൽവി. അത് തീർച്ചയായിട്ടും ജോർദാന് മുറിവേൽപ്പിക്കുന്നതാണ്. കാരണം ഏതാണ്ട് 70 മിനിറ്റോളം 1 ഗോളിന് മുന്നിലായിരുന്ന അവർക്ക് പിന്നീടുള്ള 20 മിനിറ്റിൽ 2 ഗോൾ വീണു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണ്. ഇത് ലോകകപ്പാണ്. ഒരു വിജയം അത് വളരെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടു. എന്തായാലും ഈ കളിയിൽ അൾജീരിയ ജോർദാനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചിരിക്കുന്നു.